ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻഗുഡ് ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് റോസസ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഓറഞ്ച് റോസാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളൂ. പൂക്കളെന്ന് പറയുമ്പോൾ വലിയ പൂക്കളാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം വലിയ പൂക്കളാണ്. ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ സെയിം തന്നെ നമ്മുടെ കയ്യിലൊരു ക്രീപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ സെയിം കളറിലൊരു ക്രീപ്പർ വരുന്നുണ്ട്, അത്യാവശ്യം വലിയ പൂക്കളുള്ളത്. അപ്പോൾ ക്രീപ്പറിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, അത്യാവശ്യം ലെങ്തിന് ക്രീപ്പറല്ല, എന്നാൽ സ്റ്റബ് പോലെ ആ ഒരു ടൈപ്പാണ് കേട്ടോ. സെമി ക്രീപ്പർ പോലെ വരുന്നൊരു ടൈപ്പാണ്. അടിപൊളി റോസാണ്. പിന്നെ ഉള്ളത് ബ്ലാക്ക് റോസാണ്. എല്ലാ തവണയും ബ്ലാക്ക് റോസ് കൊണ്ടുവരണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാ ലോഡിലും ബ്ലാക്ക് റോസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത്തവണയും നമുക്ക് ബ്ലാക്ക് റോസിൻ്റെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് കേട്ടോ തൈകൾ വരുന്നത്. ഒത്തിരി വലിയ തൈകളല്ല, ഒരു മീഡിയം സൈസ് തൈകളാണ് ബ്ലാക്ക് റോസിൻ്റെ വരുന്നത്. പിന്നെ ഇത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നാടനാണ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്ലാന്റ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ്. ഒരു പനിനീരും വെള്ളയും മജന്തയും കൂടെ ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നാടൻ റോസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ചോയ്സാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഓറഞ്ച് സെമി ക്രീപ്പർ ടൈപ്പ്. അതിലെ ക്രീപ്പർ റോസാണ് കേട്ടോ. ഇത് നല്ലപോലെ പടർന്ന് പന്തലിച്ച് പൂക്കുന്നൊരു ടൈപ്പാണ്. ഓരോ ബ്രാഞ്ചിലും 2, 3, 4 പൂക്കളുണ്ടാവും. നേരത്തെ കാണിച്ചത് ഒരൊറ്റ പൂവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ക്രീപ്പറിലേക്ക് വരുമ്പോൾ 5, 6 പൂക്കളുണ്ടാവും. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്കത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെയും സെയിം റെഡും കാര്യങ്ങളൊക്കെയാണ് ഞാനെല്ലാം വീഡിയോയിൽ കാണിക്കും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നേരത്തെ ഇത് ഞാൻ റെഡ് ക്രീപ്പറാണ് കേട്ടോ. ഓറഞ്ച് ക്രീപ്പർ, ഓറഞ്ചിൻ്റെ തന്നെ സെയിം റെഡാണ്. നമ്മുടെ റെഡ് പിനാക്കിയുടെ കൂട്ടിലുള്ള ഫ്ലവറാണ്, ഒരു കപ്പ് ഷേപ്പ് ഫ്ലവറാണ്. എന്നാൽ റെഡ് പിനാക്കിനേക്കാളും ഇതളുകൾ കൂടുതലാണ് കേട്ടോ. അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ് ലൈനും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. അടിപൊളി റോസാണ്. വലിപ്പമുള്ള ചുവന്ന വള്ളി റോസിൻ്റെ തൈകളാണ് കേട്ടോ അത്. പിന്നെ അത് ഈ ഒരു റോസ്, ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരു 15 തൈകൾ മാത്രമേ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള റോസ് ഉള്ളൂ കേട്ടോ. ഇതിൽ ഓരോ തവണയും ഫ്ലവറിങ് ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ വേറൊരു പ്ലാന്റിലുണ്ടായ ഫ്ലവറാണ്. ഇങ്ങനെയാണ് ഫ്ലവറിങ് ആയിരിക്കുന്നത്. ഒത്തിരി ഇതളുകളില്ല, എന്നാൽ കാണാനായിട്ട് ക്യൂട്ടാണ്. നമ്മുടെ റെഡ് പിനാക്കിയുടെ പീച്ച് കളർ, ഒരു പർപ്പിൾ കളർ ഷെയ്ഡാണ്. ഇതും വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ 2, 3 തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. ഒരു സെമി ക്രീപ്പർ ടൈപ്പാണ്. പിന്നെ അത് അടുത്തതായിട്ട് ക്രീപ്പർ ജാക്കിയാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ക്രീപ്പർ ജാക്കിയുടെ തൈകളുണ്ട്. ഓൺ റൂട്ടഡ് ക്രീപ്പർ ജാക്കി ആകുമ്പോൾ ഒരു മീഡിയം സൈസാണ്. വലിയ പ്ലാന്റ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നാടൻ ബഡ് ചെയ്ത തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വലിയ തൈകളാണ്. നിങ്ങളിപ്പോൾ ഗാർഡനിലൊക്കെ നല്ല പ്ലാന്റ്സ് പടർത്തി വിടാനൊക്കെ, അതായത് ഇപ്പം തന്നെ നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വളർന്ന് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ റൂട്ടഡ് അല്ലാത്ത പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം. അതിനകത്തും 4, 5 ബ്രാഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സാണ്. ഒത്തിരി വലിയ പ്ലാന്റ്സാണ് ക്രീപ്പർ ജാക്കിയുടെ വരുന്നത്. പിന്നെ ഇത് ഫെയറി പിങ്ക് റോസാണ്, പിങ്ക് ഫെയറി. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. നാടൻ ബഡിന് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റെഡ് പിനാക്കിയുടെ തന്നെ ക്രീപ്പർ എന്ന് പറഞ്ഞില്ലേ, ഏകദേശം സെയിം ആയിട്ട് വരുന്ന ആ സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്, കൊലകുത്തി പൂക്കുന്നതാണ്. ഒരു 5, 6, 7 പൂക്കളൊക്കെ നമുക്കൊരു കൊലയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റി ഹെറോഗേറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. അപ്പോൾ അടിപൊളി റോസാണ്. പീസ് ആൻഡ് ലവ് റോസിൻ്റെയൊക്കെ കളറ് ഏകദേശം വരും. പക്ഷേ ഫ്ലവറിങ് പാറ്റേൺ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്കാ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ്, ഒരുപാട് വലിപ്പം കൂടുതലാണ് കേട്ടോ പൂക്കൾക്ക്. വലിയ പൂക്കളാണ്. സിംഗിളായിട്ടും ഫ്ലവറിങ് ആവാറുണ്ട്, കുലകുലയായിട്ടും പൂക്കാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പിങ്ക് ക്രീപ്പറാണ് കേട്ടോ. നമ്മുടെ നാടൻ ചുവപ്പ് ക്രീപ്പറല്ലേ, അതിൻ്റെ തന്നെ സെയിം പിങ്കാണ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഒരു 50 തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ഫ്രാഗ്രൻസ് ഉള്ളൊരു ടൈപ്പാണ്, സെൻറ്റഡ് റോസാണ്. അടിപൊളിയാണ്. നമ്മുടെ കാശ്മീരി പോലെയൊക്കെ നിന്ന് നല്ലപോലെ പൂക്കും. പക്ഷേ ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ നമുക്കിതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അടിപൊളിയായിട്ട് ഫ്രാഗ്രൻ്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പെർഫ്യൂമിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് റെഡാണ് കേട്ടോ. നേരത്തെ കാണിച്ചിട്ട് പിങ്കിൻ്റെ റെഡല്ല,
അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രീപ്പറാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ലോഡിൽ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്തു, പക്ഷേ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് 2 തൈകൾ മാത്രമേ ഈ ഒരു പ്ലാന്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. മെറൂൺ കളറാണ്, മെറൂൺ കളറിലെ ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ. വലിയ പൂക്കളാണ്, കാണാനായിട്ട് വലിയ പൂക്കളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2 തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. ഫസ്റ്റ് വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും തൈകൾ അയച്ചു തരിക. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെയാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ വന്നിട്ട് ലാസ്റ്റ് ഇന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് തന്നെ, നമുക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് നോട്ട് ചെയ്തിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട ശേഷം ഏത് റോസാണ്, ഞാൻ അതിനകത്ത് പറയുന്നുണ്ടാവും ഇന്ന റോസ് ഇന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തന്നായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഹെറോഗേറ്റാണ്, നേരത്തെ കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞു പീസ് ആൻഡ് ലൗവിൻ്റെ ഏകദേശം ഒരു വരുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല. അതിൻ്റെ പെറ്റൽസിലേക്ക് കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു ഫ്ലവറിങ്. എന്താ ഒരു അറ്റത്തായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് കയറി വരുന്നുണ്ട്, ഓറഞ്ച് റെഡ് ഷെയ്ഡ്, പിന്നെ മാംഗോ യെല്ലോ ഷെയ്ഡും ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റോസസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ തിങ്കളാഴ്ച മുതൽ മിക്കവാറും ഈ വീക്ക് കൊറിയർ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കായിരിക്കും കൊറിയർ ഉണ്ടാവുക. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 3-4 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട്. ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്ചാർജ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് കിട്ടിയാൽ മാത്രമേ നാട്ടിൽ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മിക്ക പേരുടെ നമുക്ക് ഓർഡർ തന്നവരെയൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കേസ് നമുക്ക് വിളിച്ച് ഇൻഫോം ചെയ്യാൻ പറ്റാതെ നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ 2 വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.